നമസ്കാരം. നിങ്ങൾ പ്രമേഹ രോഗമുള്ള ആളാണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. പ്രമേഹ രോഗത്തിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമ്മുടെ ജോസഫ് വൈദ്യരെ നിർദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോണിലൂടെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മരുന്നിനെക്കുറിച്ച് അറിയാൻ കഴിയും. പ്രമേഹം ഇല്ലാത്ത ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കമൻറ്റ് കേട്ട് നമ്മൾ ഒരു അഭിപ്രായത്തിലെത്തരുത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാടൻ ചെടികളുടെയും പഴങ്ങളുടെയും ഒക്കെ എക്സ്ട്രാക്റ്റുകൾ കൊണ്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ജോസഫ് വൈദ്യൻ. അദ്ദേഹം ഒരു പാരമ്പര്യ വൈദ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരുന്നുകൾ ആവശ്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മരുന്ന് കഴിക്കണോ വേണ്ടതെന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ വരുത്തി വെച്ച രോഗമായത്, അതുകൊണ്ട് അതിനുള്ള വഴിയും കൂടെ പറഞ്ഞു തരും. ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കണം, ചിലത് നിങ്ങൾ തുടങ്ങണം, പുതിയതായിട്ട് തുടങ്ങണം. അപ്പോൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കഷ്ടവും നഷ്ടവും ചിലവ് കൂടുതൽ വരുന്ന ഒരു ഭക്ഷണമൊന്നും ഞങ്ങൾ പറയില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട്, പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ അതിനുള്ള മരുന്നും തരും. പിന്നെ എന്താ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടാവില്ല നിങ്ങൾക്ക്, എല്ലാം വില കൊടുത്ത് വാങ്ങുന്നത്. അതൊരു കാരണമാണ്. അതും ഒരു കാരണമാണ്. അപ്പോൾ അതിനകത്ത് അടിക്കുന്ന വിഷങ്ങളും ഒക്കെ കാരണമാണ്. പിന്നെ മത്സ്യം മാംസമാണെങ്കിൽ പണ്ടത്തെ ആ മീനൊക്കെ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഇപ്പോൾ കിട്ടുമോ? ഇല്ല. ഫോർമാലിനിട്ട് വരുന്ന മീനുകൾ കഴിച്ച് അത് നല്ലതാണോ? അല്ലല്ല, അത് നമുക്ക് അസുഖം വരും. പക്ഷെ അത് നിങ്ങൾ നിർത്തൂല. നിങ്ങൾ പിന്നെ രണ്ടാമത് ഇതെല്ലാം ഈ വിഷമെല്ലാം കഴിക്കുകയും ചെയ്യും. ചില പ്രശ്നങ്ങൾ കൊണ്ട് ചില അവയവങ്ങൾക്ക് കേട് പറ്റിയിട്ടുണ്ട്. ആ കേട് പറ്റിയത് എന്താണ്? പാൻക്രിയാസാണ്. അതുകൊണ്ടാണ് ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹം. അപ്പോൾ അതിനെ ഒന്ന് നന്നാക്കാനായിട്ട് നിങ്ങൾ ഒരു മരുന്നും ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഇല്ല. നമ്മൾ ഇൻസുലിൻ ഉണ്ടാകാനുള്ള മരുന്നുകളാണ് കഴിക്കുന്നത്. അല്ലല്ല, ഇൻസുലിൻ ഉണ്ടാകാനുള്ള മരുന്നുമല്ല. ഇൻസുലിൻ ആർട്ടിഫിഷ്യലായിട്ട് ബോഡിയിലേക്ക് കുത്തിക്കയറ്റുവോ അല്ലെങ്കിൽ ഗുളിക രൂപത്തിലോ കഴിക്കുകയോ ചെയ്യുക. അതായത് നിങ്ങളുടെ അവയവത്തിനെ റീസ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ അവയവം ആ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ആ ഉണ്ടാക്കുന്ന പരിപാടി പണി അങ്ങ് നിർത്തിയിട്ടില്ല, കുറച്ചു. പക്ഷെ ആവശ്യത്തിന് തികയുന്നില്ല. അപ്പം നിങ്ങൾ ഇൻസുലിൻ നിങ്ങൾ ഉണ്ടാകാനുള്ള മരുന്നല്ല കഴിക്കുന്നത്, ഇൻസുലിൻ തന്നെയാണ് കഴിക്കുന്നത്. ഇൻസുലിൻ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണ്. നിങ്ങളൊരു പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഇൻസുലിൻ്റെ പവർ കഴിഞ്ഞു, അത് തീർന്നു. പിന്നെയും അതേ സമയത്ത് ചെയ്യണ്ടേ? അതെ, അത് വേണം. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാകുമായിരുന്നു, അത് വേണ്ടല്ലോ. വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യം. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാവണം. ഉണ്ടായാൽ ആ രോഗം മാറും. രോഗം ഉണ്ടെന്ന് തന്നെ മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് രോഗം ഉണ്ടായിരുന്നു, അത് ഭേദമായെന്നൊന്നും ആരും പറയില്ല. കാരണം എന്താണെന്നറിയോ? ഡയബറ്റിക്കുകാരൻ്റെ സെക്ഷൽ പവർ കംപ്ലീറ്റ് പോകും. അത് മറ്റുള്ളവർ അറിയുന്നത് ശരിയാണോ? അത് ശരിയല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്കറിയാം. ഡയബറ്റിക്കാണോ, അവൻ്റെ സെക്ഷൽ പവർ പോയി. അപ്പോൾ ഒരു ഭയങ്കര ആരോഗ്യമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ ഒരാൾക്ക്. പക്ഷേ സെക്ഷലായിട്ട് അവൻ 0 ആയിരിക്കും. അതിനേക്കാളും പച്ചമലയാളം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുവരണമല്ലോ. അത് ജന്മനാല് നഷ്ടപ്പെട്ടതല്ലല്ലോ. ഇതുകൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് ജീവിതകാലം മുഴുവൻ ആ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന് ഒരു ചില പഥ്യങ്ങളുണ്ട്, കൃത്യനിഷ്ഠകളുണ്ട്. അത് ഇപ്പം ഞാൻ പറയാം. അതിന് ഏറ്റവും വലിയ മരുന്ന് കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ തന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? അശ്വഗന്ധ ചൂർണം, പിന്നെ വെൽവെറ്റ് ബീൻസ് എന്ന് പറഞ്ഞാൽ നായ്ക്കരണ പരിപ്പിൻ്റെ ചൂർണം, പിന്നെ സഫേദ് മുസ്ലി എന്ന് പറയുന്നത് ചൂർണം. ഇതെല്ലാം ചൂർണമാണ്. അപ്പോൾ എല്ലാവരും ഇതങ്ങ് മേടിച്ച് കഴിക്കും, ഒരു ഗുണവും കിട്ടില്ല. ഇതൊക്കെ കഴിക്കാൻ നിങ്ങളുടെ ബോഡിയെ പ്രാപ്തമാക്കിയിട്ട് അത് കഴിച്ചാലാണ് അത് ഉപയോഗം വരിക. അതല്ലെങ്കിൽ വെറും പൊടിയാണത്. പിന്നെ ഒരു വിശ്വാസം, അപ്പോൾ ഇതെല്ലാം പാലിൽ ചേർത്ത് കഴിക്കുന്നതായതുകൊണ്ട് ആ പാലിൻ്റെ ഗുണം എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ചൂർണം കഴിക്കുന്നതിന് മുമ്പ് മറ്റ് ചില മരുന്നുകൾ 5-6 ദിവസം, ഞങ്ങൾ കൊടുക്കുന്ന മരുന്ന് 6 ദിവസത്തെ ഒരു മരുന്നുണ്ട്. അത് കഴിച്ചതിന് ശേഷം 7ാമത്തെ ദിവസമാണ് ഈ ചൂർണങ്ങൾ തുടങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിൽ 21 ദിവസം ആകുന്നതിന് മുമ്പേ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് 21, 41, 60, 90 ഇങ്ങനെയാണ്. 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 വയസ്സിൻ്റെ മുകളിലുള്ളവർക്കാണ് ഈ 90 ദിവസം. എൻ്റെ സ്ഥാപനം ഉള്ളത്
കേരളത്തിലല്ല, മൈസൂറാണ്. മൈസൂരാണല്ലേ? എൻ്റെ മരുന്ന് 1 വർഷമായിട്ട് എല്ലാ ലാബിലും ടെസ്റ്റ് ചെയ്ത് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഡൽഹി അടക്കം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തന്ന് സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം എന്നെ കർണാടക ഗവൺമെൻറ് വിളിച്ചു വരുത്തി സംസാരിച്ച് എനിക്കവിടെ ഫാക്ടറി കെട്ടിടം പുതിയത് തന്നു. ഞാൻ അതിനൊന്നും അറിഞ്ഞിട്ടില്ല. ശരി. അപ്പോൾ കർണാടകയിലാണ് നമ്മുടെ ഫാക്ടറി ഉള്ളത്. അതെ. അപ്പോൾ അതുകൊണ്ട് നഞ്ചൻകോട് കടക്കോള എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എൻ്റെ ഫാക്ടറി ജോൻ ഹെർബൽസിൻ്റെ ഫാക്ടറി ഉണ്ട്. വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാം. ഇത് ഒരു ഗുണവും ഇല്ലാത്തൊരു മരുന്നാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഇങ്ങനെ 5-8 കോടി രൂപയുടെ സാധനം നമുക്ക് ഫ്രീ അല്ല, എനിക്ക് ഫ്രീ അല്ല, ലീസാണ്. ഗവൺമെൻറ് ലീസിന് തരുമോ? നമ്മളിപ്പോഴുള്ളൊരു സാധാരണക്കാരന് തരുമോ? അപ്പൊ കമ്പനിയുടെ പേര് ജോ ഹെർബൽസ് അല്ലേ? ആയുഷ് മന്ത്രാലയയുടെ ലൈസൻസ് ഫുള്ള് അതെ അല്ലേ? എനിക്ക് അതിന് 11 സർട്ടിഫിക്കറ്റ് വേണം. അത് 11 ഉണ്ട്. അത് ശരി, ഉണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് കേട്ടോ. അത് 1 വർഷം അവരെൻ്റെ മരുന്ന് അവരുടെ പല ലാബിലും വെച്ച് ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ്, അതായത് 100% റിസൾട്ട് ആണെങ്കിൽ 100% തന്നെ വേണം. 98 അവർ സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ 1 വർഷം അവർ ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്. ആ സർട്ടിഫിക്കറ്റിൻ്റെ പേരിലാണ് എനിക്ക് ഗവൺമെൻറ് 5-8 കോടി രൂപയുടെ സാധനം ലീസിന് തന്നത്. എനിക്ക് രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാരുടെയോ ഒരു സപ്പോർട്ടിനും പോയിട്ടില്ല ഞാൻ. അവരെന്നെ വിളിച്ചു, മീറ്റിങ്ങിലിരുത്തി, എൻ്റെ മരുന്ന് ഞാൻ കാണിച്ചു കൊടുത്തു, സർട്ടിഫിക്കറ്റ് തന്നു, അവർ ഓക്കെ ആക്കി തന്നു. 1 വർഷത്തെ പ്രോസസ്സിംഗ് ആയിരുന്നു. അതിനുശേഷം 1 വർഷത്തിൽ ഒരു 7 മാസമായപ്പോൾ തന്നെ എനിക്ക് സ്ഥലം അക്വയർ ചെയ്ത് തന്നു. അപ്പോൾ എൻ്റെ പൈസ ഇല്ല, ബിൽഡിങ് കെട്ടണം. അവർ ലോൺ ഇട്ട് തന്നു, ബിൽഡിങ് കെട്ടി തന്നു. പിന്നെ ഞാൻ പൈസ അടയ്ക്കണം കേട്ടോ, ഫ്രീ അല്ല, ഞാൻ അടയ്ക്കണം. പക്ഷേ എൻ്റെ മരുന്നിന് ഗുണമില്ലെങ്കിൽ അവരത് തരുമോ? ഞാനിത് കർണാടകത്തിൽ ഒരു ഗൗഡറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മൊയ്ലി ഉണ്ടെന്നല്ല പറയണത്, കർണാടക ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറയണത്. നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാമല്ലോ ജോ ഹെർബൽസിന് കർണാടക ഗവൺമെൻറ് എന്താ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഗുണമുള്ളത് കൊണ്ടല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ഇനി ഒരു കാര്യം, ഞാനിത് എൻ്റെ ഫാമിലിയിൽ ഒതുക്കി വെക്കാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ എല്ലാ പഞ്ചായത്തിലും നമുക്ക് ഒരു പ്രതിനിധി വേണം. അവർ മനസ്സുള്ളവർ പഠിക്കട്ടെ, ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് BMS ഡോക്ടർമാരുടെ ഒരു ടീം തന്നെയുണ്ട് കമ്പനിയിൽ, ജോ ഹെർബൽസിന്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇയാൾ പാരമ്പര്യ വൈദ്യമാണ്, ഏതോ മലമണ്ടെന്ന് എന്തൊക്കെ വേര് പറിച്ചിടിച്ച് കിഴിപ്പിഞ്ഞ് തരികയല്ല കേട്ടോ. ആയുർവേദ ഡോക്ടർമാരും കെമിസ്റ്റുകളും ഡ്രഗിസ്റ്റുകളും എല്ലാം ഞങ്ങളുടെ ഉണ്ട്, നമ്മുടെ ഫാക്ടറിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ സഹകരിക്കാം. നിങ്ങൾക്ക് 2 കാര്യം ഞാൻ ഉറപ്പ് പറയാം. 1, നിങ്ങൾക്കൊരു ജീവിതമാർഗം സാമ്പത്തികമായിട്ട്. 2, അതിനേക്കാളും വലുത്, നിങ്ങൾ മൂലം കുറച്ചെങ്കിലും ഡയബറ്റിക് പേഷ്യൻ്റ് രക്ഷപ്പെടും. ശരിയാ. ഈ 2 കാര്യത്തിന് ഞാൻ ഉറപ്പ് പറയാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോ. ജോ ഹെർബലിന്റെ ഷുഗറിനുള്ള മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വല്ല സൈഡ് എഫക്റ്റ് അങ്ങനെ കാര്യങ്ങളോ വല്ലതൊക്കെ ഉണ്ടാകുന്നു? ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഇതുവരെ ഞങ്ങളുടെ അനുഭവത്തിലില്ല. അതുതന്നെ ഞങ്ങളുടെ ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് തരാം. അങ്ങനെ അതായത് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച മെഡിസിനുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഓരോ കോഴ്സും മരുന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും അതായത് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിൽ കൂടുതലായിട്ട് കൃത്രിമമായിട്ട് എന്തെങ്കിലും അതിനകത്തൊരു കലർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഞങ്ങൾ തരാം, നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. പക്ഷേ ഞങ്ങളത് ചെയ്യാറില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ചാലഞ്ച് ഉണ്ടെങ്കിൽ എൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഓക്കെ ആകുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലും മൈസൂർ ആവുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംശയമുള്ള ആൾക്കാരെ അവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യും. അല്ല, ഞാൻ വിചാരിക്കണത് നമ്മളുടെ കെയർ ഓഫിൽ നമ്മളുടെ പരിചയത്തിൽ ഒരുപാട് പേർക്ക് ഈ ഷുഗർ ഉണ്ട്. അതിലാരെങ്കിലും കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാമല്ലോ എനിക്ക്. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഞാനൊരു കാര്യം പറയാം. വേണമെങ്കിൽ ഇപ്പം ഞാൻ ഇന്നത്തെ ഒരു വാട്സാപ്പ് മെസ്സേജ് തരാം. ഇന്നത്തേത് എവിടെ നിന്നാണെന്നറിയോ? ഹോങ്കോങ്ങിൽ നിന്ന് വന്ന ഒരു പേഷ്യൻറ്റ് ഞാൻ 1 മാസം മരുന്ന് എത്തിച്ചു കൊടുത്തു. അവർക്ക് മറ്റു ചില അസുഖം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഈ ഹോങ്കോങ്ങിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ ആലുവയിലോ എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് ഒരു 2 മാസം ഇവിടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓക്കെ ആക്കി തരാം. ശരി. അതിൻ്റെ റിസൾട്ടും ലാസ്റ്റ് ഈ മാസം 30-ാം തീയതി, അതായത് ഇന്ന്
ഈ അടുത്ത ആഴ്ച ഞായറാഴ്ച അവർ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ അവർക്ക് അവരുടെ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു അത് വേണേൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്കും മക്കളും ഭാര്യയും ബന്ധുക്കളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ഒരു ചികിത്സ ചെയ്ത് വന്ന ഒരാൾക്കാർ നിങ്ങൾക്ക് വിശ്വസിക്കാം, അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇനി ഒരാളെ ബലിയാടാക്കൂല. കാരണം എന്താണെന്നറിയോ, ഒരു പാരമ്പര്യ വൈദ്യന് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. അവർക്ക് അത്യാവശ്യം കഞ്ഞി കുടിക്കാൻ സാധനം ഉണ്ടാവും. ഞാൻ പറയണത് അഹങ്കാരമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കെട്ടിടങ്ങളും ബംഗ്ലാവുകളുടെയും സ്വന്തമായിട്ട് ഫ്ലൈറ്റ് മേടിക്കണമെന്നുള്ള ആഗ്രഹങ്ങളും കുറവായിരിക്കും. അങ്ങനെയുള്ളവരില്ല എന്ന് തന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. എന്താണെന്നറിയോ, ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾ അവർ സന്തോഷമായിട്ട് തിരിച്ചു പോകണം. അവരുടെ അസുഖം മാറണം അല്ലേ? അതാണ്, സന്തോഷമായിട്ട് പോകണം. അവരുടെ ഫാമിലിയിലും സന്തോഷം വരണം. അതിനു വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് മരുന്ന് തരുന്നതിന് ആ സമയം തൊട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാക്കുന്ന ഓരോ മരുന്നുകളും അത് പ്രാർത്ഥിച്ചിട്ട് അത് ആ വൈദ്യം മാത്രമല്ല, അവൻ്റെ ഫാമിലി മൊത്തം നിങ്ങളോടൊരു പഥ്യം എടുക്കാൻ പറയുമ്പോൾ ഞങ്ങൾ ആ പഥ്യം എടുക്കും. അതാണ് പാരമ്പര്യ വൈദ്യം എന്ന് പറയുന്നത്. ഒരു രോഗിയോടൊരു പഥ്യം പറഞ്ഞാൽ ആ പഥ്യം വൈദ്യൻ്റെ ഫാമിലിയിലും കാണും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഡയബറ്റിക് ആണല്ലോ ഈ പറയുന്നത്. ഡയബറ്റിക് ആണെങ്കിൽ HbA1c ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് അതൊരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ ഉള്ള റിപ്പോർട്ട് മതി. അതാണ് ഞങ്ങൾ നോക്കിയിട്ട് ആ ഡോസ് തീരുമാനിക്കുക. അതാണ് അതിൻ്റെ സിസ്റ്റം പറയുന്നത്. പിന്നെ നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് കൊടുത്തോ, നിങ്ങൾക്ക് ആ മരുന്ന് ഞങ്ങൾ തരുന്ന മരുന്നിൽ ഞങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഓക്കെ, ഏതായാലും ഇങ്ങനൊരു വൈദ്യരെ കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. നന്ദി. താങ്ക് യു.